നല്ല കമ്മല്. ഹൈ. ഹോ എന്താ പൊടി. എന്തൊക്കെയുണ്ട് സാറാ വിശേഷങ്ങള്? ഒരുപാട് വിശേഷമുണ്ട്. ആ എത്ര നാളായി കണ്ടിട്ട്. ആ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമേ. ആക്കിയതാണല്ലേ? അല്ല പിന്നെ ഇത് രാത്രി കണ്ടതല്ലേ, അതിനിടയിൽ എന്ത് വിശേഷം ഉണ്ടാവാനാ? അവന്റെ ഒരു വിശേഷം പറച്ചില് പോടാ. എന്തോ കാര്യം സാധിക്കാണ്ട്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ വളഞ്ഞു കെട്ടി വരില്ല. അല്ലടാ ആനന്ദ്. ഓ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. നീ എന്താ കാര്യം ഒന്ന് പറ. സാറയ്ക്ക് അത്യാവശ്യം കുക്കിംഗ് അറിഞ്ഞൂടെ? അതൊക്കെ എനിക്കും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? നീ എന്തിനാ കുക്കിംഗ് പഠിക്കുന്നേ? വല്ല ഹോട്ടലിൽ ഷെഫായിട്ട് ജോലി ചെയ്യാനാ? ഇതൊന്നും ആയിരിക്കില്ല. ഇത് മിക്കവാറും ഉസ്താദ് ഹോട്ടൽ കണ്ടതിന്റെ ഹാങ് ഓവർ ആണ്. എന്തിനാ ഏതിനാന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം. പെട്ടെന്ന് കുക്കിംഗ് പഠിപ്പിച്ചാന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? സാറാ പ്ലീസ്, നിനക്കറിയാവുന്ന ഏതെങ്കിലും ഒരു റെസിപ്പി പറഞ്ഞു തന്നാ മതി. ഒന്ന് പറഞ്ഞു കൊടുത്തേക്കിടി, അല്ലെങ്കിൽ ഇവിടെ കരിഞ്ഞു പിടിച്ച് ബഹളം ഉണ്ടാക്കും. പറു വേണ്ട. ശരി പറഞ്ഞുതരാം, നീ എഴുതിയെടുത്തോ. അപ്പോ എന്താ നാളത്തെ പ്ലാൻ? അതൊക്കെ ടോണി പറഞ്ഞു തരും പോലെ നീ അങ്ങ് ചെയ്താൽ മതി. എടാ അവൾ അല്പം ഇടഞ്ഞായിട്ടോ. അതൊന്നും ടോണിക്കൊരു പ്രശ്നമല്ല. നീ നാളെ അവളെ പ്രപ്പോസ് ചെയ്യുമ്പോ അവളെ എസ് എന്ന് പറഞ്ഞിരിക്കും. കൊക്കെ എത്ര കുളം കണ്ടതാ മോനെ. അപ്പോ ഞാൻ നാളെ അവളോട് ഐ ലവ് യു പറയണോ? എടാ മണ്ട, വെറുതെ കയറി ലവ് യു എന്ന് പറഞ്ഞാ ഒരു പെണ്ണും പോസിറ്റീവ് റിപ്ലൈ തരാൻ പോണില്ല. എന്നാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാം. ഒത്താലൊത്തില്ലേ? എടാ ഒളിമ്പിക്സിൽ വെടിവെക്കണ പോലെയത്. ഒരു പെണ്ണിനെ ലൈഫിൽ ഒരൊറ്റ തവണയെ പ്രപ്പോസ് ചെയ്യാൻ പറ്റൂ, അതറിയോ? അതിന് ഒളിമ്പിക്സിൽ കുറെ റൗണ്ട് ഉണ്ടാ ഷൂട്ടിങ്ങില്. അതുകൂടാതെ അതിനു മുമ്പ് കുറെ ട്രയൽസ് ഞാൻ ഇപ്രാവശ്യം ടി.വിയിൽ കണ്ടതല്ലേ. വെറുതെ അല്ല ഒരു പെണ്ണും മൈൻഡ് ചെയ്യാത്ത പഴയ KSRTC ബസ് പോലെ നീ ഇങ്ങനെ നിന്നുപോയത്. നീ വല്ലതും പറഞ്ഞോ? അല്ല, ഈ പെൺകുട്ടികളൊക്കെ ഇംപ്രസ് ചെയ്യാൻ ഒളിമ്പിക്സ് കണ്ടിരിക്കുന്നത് നല്ലതെന്ന് പറയുമായിരുന്നു. ശരിക്കും? ശരിക്കും. എന്നിട്ട് എങ്ങനെ നിന്റെ പ്ലാൻ? നീ വിശദമായിട്ട് പറ. അതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയും പോലെ നീ അങ്ങ് ചെയ്താൽ മതി. ഞാൻ 2 ഷാർജ ഷേക്ക് കൂടി ഓർഡർ ചെയ്യട്ടെ? എനിക്ക് വേണ്ട, നിനക്ക് വേണേ ഓർഡർ ചെയ്തോ, ഞാൻ കമ്പനി തരാം. ചേട്ടാ 2 ഷാർജ. ഇനി നീ കാര്യം പറ. ആദ്യം നമ്മൾ അവളുടെ വീക്ക്നെസ് കയറി പിടിക്കും. അയ്യേ ചേ. അതല്ലടാ മണ്ട, നീ ഇന്ന് അവൾ എത്ര കപ്പ് കോഫി കുടിച്ചു എന്ന് ശ്രദ്ധിച്ചോ? കോഫി അവളുടെ ഒരു വീക്ക്നെസ്സാ. നമ്മൾ അതിൽ പിടിച്ചു കയറി വേണം മുന്നോട്ട് നീങ്ങാൻ. അതാവുമ്പോ അവളെ നേരെ വിളിച്ച് നിന്റെ കോഫി ഷോപ്പിൽ കൊണ്ടുപോവാം. അവിടെ കുറെ വെറൈറ്റി ഉള്ള കോഫിയും കൊടുക്കാം. പിന്നെ ഞങ്ങൾക്ക് കുറെ സംസാരിക്കുകയും ചെയ്യാലോ. അവിടെയാണ് ടോണിയുടെ പ്ലാൻ വർക്ക് ചെയ്യുന്നത്. കോഫി ഷോപ്പിലേക്ക് കൊണ്ടുപോയാൽ റോയിച്ച് തന്നെ കോഫി പൗഡർ ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കും. അത് ശരിയാ. പിന്നെന്ത് ചെയ്യും? ഒരുതരം സ്പെഷ്യൽ റൊമാൻറ്റിക് അപ്രോച്ച് ഇവിടെ വർക്കൗട്ട് ആകത്തുള്ളൂ. ഒരുതരം ടോണി അപ്രോച്ച്. നീ പറയുന്നിട്ട് പാർവതിയുടെ പുറകെ നടന്ന് ദിവസവും ഷെയ്ക്കൊക്കെ അകത്താക്കി എന്റെ 10 കിലോ കൂടിയല്ലാണ്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. കമോൺ മാൻ, പാറുവിനോട് പോകാൻ പറ. എന്നാലും വർഷയിടത്രം വരുമോ പാറു? അവളെ കിട്ടാത്തതിന്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. എന്നാലും ഫസ്റ്റ് ലവ് തന്നെയല്ലേ ടോണി? എന്തായാലും ഇതെങ്കിലും ശരിയായ മതിയായിരുന്നു. നാളെ അവള് വരുമെന്ന് പറഞ്ഞല്ലോ അല്ലേ? പിന്നല്ലാതെ, നിന്റെ മുമ്പിൽ വെച്ചല്ലേ അവൾ സമ്മതിച്ചത്. നീ ഒരു കാര്യം ചെയ്യ്, നാളെ അതിരാവിലെ കാറുമായിട്ട് കോഫി ഷോപ്പിലേക്ക് വാ. നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് അവളെ പിക്ക് ചെയ്യാൻ പോവാം. നമ്മളാ? അപ്പൊ നീ വരുന്നുണ്ടാ? പിന്നല്ലാതെ. അല്ല, ഞങ്ങളുടെ പ്രൈവസിക്ക് നീ ഇല്ലായിരിക്കണല്ലോ നല്ലത്. ഈയടാ, ഇതെന്താ എൻ്റെ ഫസ്റ്റ് നൈറ്റാ? അല്ലെങ്കിൽ തന്നെ നീ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ശരിയാവുക? അവളെന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ നീ പപ്പ പഠിച്ച് കുളമാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ട്രിപ്പിൾ ആക്ഷൻ ഫോർമുല. ഇതിപ്പോ എന്താ സംഭവം? സമയം തെറ്റിയതാണോ അതോ സ്വപ്നം കാണുന്നതാണോ? എന്താ റോയിച്ച? അല്ല, നീ ഡെയിലി പുലർച്ചെ 10 മണിയാവുമ്പോഴാണല്ലോ എണീക്കാറ്. ഇന്നിപ്പോ ഏപ്രിൽ 1 ആണോ? ഞാൻ നന്നാവാൻ തീരുമാനിച്ചു റോയിച്ച. ഇനി റോയിച്ചൻ പറയുന്ന പോലെ കേട്ട് റെസ്പോൺസിബിൾ ആയിട്ട് നല്ലതുപോലെ ജീവിച്ചോളാം. നിനക്ക് കാശ് ആവശ്യമുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ല, നിനക്ക് കാശ് ആവശ്യമുണ്ടാവുമ്പോഴാണല്ലോ സാധാരണ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നുള്ള ഡയലോഗ് എൻ്റെ അടുത്ത് ഇറക്കാറ്. അല്ല റോയിച്ച, ഇത് ശരിക്കും നന്നാവില്ല. ഞാൻ എല്ലാവരും ഞെട്ടിക്കും. ഇന്ന് റോയിച്ചൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. മതി. രാവിലെ എങ്ങോട്ടേക്കാ? ഇന്ന് ഏത് മാളിലാ വായനോട്ടം? മാളോ? അയ്യേ, ഞാൻ നമ്മുടെ കോഫി ഷോപ്പിലേക്കാ. ഇനി എല്ലാ ദിവസവും ഈ സമയത്ത് കോഫി ഷോപ്പ് തുറക്കാം. അതെന്തിനാ? ഈ സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നതാ, ഒരുപാട് കാശുണ്ടാക്കാം. പിന്നെ സാറേന്ന് വെച്ചാൽ തിരക്കാണെന്നല്ലേ പറഞ്ഞത്? അതുവരെ കോഫി ഷോപ്പ് ഞാൻ ഇരുന്നോളാം. റോജന കീ ഇങ്ങതാ, ഇപ്പൊ തന്നെ തുറന്നേക്കാം. കീ ആനന്ദ് രാവിലെ ഞാൻ ഉറങ്ങുമ്പോ ഒന്ന് വാങ്ങിച്ചിട്ട് പോയി. അവന്റെ മൊബൈൽ എന്തോ ഇന്നലെ വെച്ച് മറന്നുവന്നോ, അതെടുക്കാൻ പോയതാ. അവനവിടെ കാണും, നീ വിട്ടോ. ടോണി
രാവിലെ വല്ല പെമ്പിള്ളേർ അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? പോറോയിച്ച അങ്ങനെയൊന്നുമില്ല. അതോ ഇനി നീയും ആനന്ദും കൂടി ഞാൻ അറിയാതെ കോഫി ഷോപ്പ് വല്ലതും മറച്ചു വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കി ഈ പാവത്തിനെ കൂടി ഒന്ന് അറിയിച്ചേക്കണേ. അങ്ങനെയൊന്നുമില്ല. ബൈ. ചെല്ല്. താൻ്റെ ആ ടോണി, നീ എന്താ രാവിലെ തന്നെ? എന്താടാ ഇത്? നീ എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? അത് ആ നീ ഇടേറ്റ് ഭക്ഷണത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. നിനക്ക് വേണ്ടി ഞാൻ ഒരു ഡിഷ് ഉണ്ടാക്കിയായിരുന്നു. മീനവിയലല്ലോ. ആ സത്യം പറടാ, എന്താ കാര്യം? സത്യമായിട്ടും എന്നാ പിന്നെ ഞാൻ റോയിച്ചിനോട് പറഞ്ഞേക്കാം, നീ രാവിലെ ഇങ്ങോട്ട് പോകുന്നത് കുക്ക് ചെയ്യാനായിട്ടാണെന്ന്. മസാലയും പച്ചക്കറിയൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇവിടെ മൊത്തം വൃത്തികേടാക്കിയിട്ടേക്കാണെന്നും പറയാം. അയ്യോ ടോണി ചതിക്കല്ലേ. റോയ്ച്ചൻ ഇതറിഞ്ഞ എന്നെ സവാള അരിയുന്ന പോലെ അരിയും. ഞാൻ സത്യം പറയാം. അങ്ങനെ വഴിക്ക് വാ. എടാ നിനക്ക് ഫൽഗുണാക്ഷൻ പിള്ളേനെ അറിയില്ലേ? എന്ത്? എടാ ഫൽഗുണാക്ഷൻ പിള്ള ഡയറക്ടറാ. പുള്ളി ഒരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട്. കുറച്ചാലും കൂടെ എന്നാൽ ഡയറക്ഷൻ പഠിക്കാം. അതുകൊണ്ട് ഞാനൊരു ഷെഫാന്ന് പറഞ്ഞാൽ പരിചയപ്പെട്ടെ. ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാൻ. നല്ല 2-3 ഡിഷൊക്കെ ഉണ്ടാക്കി അയാളെ കയ്യിലെടുത്താ അയാളെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ഞാൻ സൂപ്പർ സ്റ്റാർ ആവും. ഇന്നെന്താ നിന്റെ സൂപ്പർ സ്റ്റാർ ഡയലോഗ് കേൾക്കാത്തതെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്. നീ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്ക്. വേണ്ട, ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇത് കഴിച്ച് വയറിലാക്കായ ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം കൊളാവും. എന്താടാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്ത് പണ്ടാര ഒരുപാട്. നിനക്ക് അവിടെ എന്തെങ്കിലും വിരോധമുണ്ടോ? എരു കൂടുതലല്ലേ? പുള്ളിക്ക് എരു കൂടിയ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടാ. ഇവനെ ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് പറഞ്ഞു വിടണമല്ലോ എൻ്റെ കർത്താവേ. എടാ നീ ഇന്ന് എയർപോർട്ടിൽ പോകുന്നില്ല? അവിടെ എന്താ? ഇന്നലെ ഷാറൂഖ് ഖാൻ കൊച്ചി ലാൻഡ് ചെയ്യുന്നേ. ഷാറൂഖ് ഖാനാ? ആ, ഇന്ന് പേപ്പറിലൊന്നും കണ്ടില്ലല്ലോ. അത് രഹസ്യമായിട്ടാ വരുന്നേ. ഇന്ന് രാവിലെ എയർപോർട്ടിലെത്തും. ശരിക്കും പോയ ഒരു ഓട്ടോഗ്രാഫ് കിട്ടോടാ. പിന്നെ മാത്രമല്ല, അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ നേരിട്ട് കണ്ട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റും. ആണാ? അല്ല നീ വരുന്നില്ലേ? വരണമെന്നുണ്ടാ, പക്ഷേ റോയിച്ചൻ കുറെ പണി ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ. സാരില്ലടാ, നിനക്കുള്ള ഓട്ടോഗ്രാഫ് കൂടി ഞാൻ വാങ്ങിക്കാം. നീ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണേ. ഷാറൂഖ് ഖാനോട് നീ പറയാനുണ്ടോ? ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കി എന്ന് വാ പറഞ്ഞു. വാ, ക്യാ ബാത് ഹൈ. അവിടെ ചെന്നിട്ട് ഷാറൂഖ് ഖാൻ ഇല്ലെന്നറിയുമ്പോ എയർപോർട്ടിന് തീടാതിരുന്നാ മതിയായിരുന്നു. ഷോപ്പും തുറന്നു വെച്ച് ഇവന്മാരെ എവിടെ പണ്ടാറണമെങ്കിൽ കിടക്കണോ? സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ? ശ്ശോ. നീ എവിടെയാ? ഞാനിവിടെ എറണാകുളത്ത് തന്നെ ഉണ്ട്, ഒന്ന് കറങ്ങിറങ്ങിയതാ. ആരും നോക്കാനില്ലാതെ കോഫി ഷോപ്പും തുറന്നു വെച്ചോണ്ടാണോ നിന്റെ കറക്കം? വല്ല കള്ളന്മാരും വന്ന് എന്തെങ്കിലും എടുത്തിട്ടോ ഇരുന്നെങ്കിലോ? ഞാൻ അവിടെ എൻ്റെ 2 ഫ്രണ്ട്സ് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അല്ല ഇതന്നെ കട്ടോണ്ട് പോകാൻ അവിടെ എന്താ ഉള്ളത്? എന്നെ മുടിപ്പിക്കാനായിട്ടുണ്ടായ ജന്മമാണോടാ നീ? ഇതിപ്പോൾ ഉച്ചവരെയുള്ള തിരക്കുകൾ ക്യാൻസലായി ഞാനിപ്പോൾ ഇവിടെ വന്നോണ്ട് എനിക്കിത് കാണാൻ പറ്റി. നിന്റെ രാവിലത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വെറുതെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. എവിടെ പട്ടിയുടെ വാല് കുഴലിട്ട് ഞാൻ നേരാന്ന് വിചാരിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. തെറി കേൾക്കാതിരിക്കണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. പറു, നീ ആ സാറേനൊന്ന് വിളിച്ചേ. എന്താ റോയിച്ച? നമ്മുടെ സ്ഥലം CA. ഞാനിപ്പോ വരാം. ഹായ് സാർ. ഹായ് റോയ്, ഇത് നിങ്ങളുടെ ഹോട്ടലായിരുന്നു? ആ എന്താ സുഖം? ഓ എന്താ സാർ, വല്ല കുഴപ്പമുണ്ടോ? വല്ല റെയ്ഡോ മറ്റോ? ഞാൻ അപ്പുറത്തെ ഹോട്ടലൊന്ന് ചെക്ക് ചെയ്യാൻ വന്ന്. ആ ഇപ്പൊ എല്ലാ പണിയും പോലീസുകാർ തന്നെ ചെയ്യണ്ടേ? ശരിയാ. എന്നാ സാറിനൊരു കോഫി എടുക്കട്ടെ? ഇവിടുത്തെ സ്പെഷ്യൽ ചോക്ലേറ്റ് മിക്സ് കോഫി ഉണ്ട്. വേണ്ട, അവിടെ TV ചാനലിൽ രക്ഷപ്പെടാൻ വേണ്ടി എങ്ങോട്ട് കയറിയത്. അവരെന്നെ കണ്ട പിന്നെ അത് മതി. എന്നാലും സാർ ഇവിടെ ഒരു വന്ന സ്ഥിതിയെ ഒന്നും കുടിക്കാതെ പോരുത്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എന്നാ വേഗം വേണം. അതാ ഇപ്പോൾ കൊണ്ടുവരാം. എന്താ സാറാ? റോയ്ച്ച, ആ കിച്ചൺ ഒന്ന് പോയി നോക്കിയേ. ഒക്കെ അലങ്കോലറ്റി ഇട്ടിരിക്കുക. ആ ടോണിയുടെ ആനന്ദിനെ പണിയാ. അവന്മാർക്കൊന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. പറു, നീ പെട്ടെന്നൊരു കോഫി ഉണ്ടാക്ക്. റോയിച്ച, എന്താ? നമ്മുടെ പുതിയ കോഫി മേക്കർ കാണാനില്ല.
കാണാനില്ലെന്നോ? വാങ്ങിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ. ശരിക്കും എല്ലായിടത്തും ഒന്നുകൂടി നോക്കിയേ. എല്ലാം അവിടെയും നോക്കി, എവിടെയും ഇല്ല. ഛേ, ഷോപ്പ് തുറന്നിട്ടിട്ട് പോയപ്പോൾ ആരെങ്കിലും അടിച്ചോണ്ട് പോയായിരിക്കും. ആ ടോണി ഇങ്ങോട്ട് വരട്ടെ, ഇന്നവൻ്റെ 16 അടിയന്തരം ഞാൻ നടത്തും. നീ ഒരു കാര്യം ചെയ്, പഴയ കോഫി മേക്കറിലുണ്ടാക്ക്. അതാകെ പൊടി പിടിച്ച് കിടക്കുക രോഹിച്ച. പിന്നെ അതിനെന്തോ കംപ്ലൈന്റ് ഉണ്ടെന്നും ആനന്ദ് പറയുന്നത് കേട്ടായിരുന്നു. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. തൽക്കാലം നീ അതിൽ കോഫി ഉണ്ടാക്ക്. ഞാൻ നിർബന്ധിച്ചിട്ടാ സി എ അവിടെ ഇരിക്കുന്നത്. ഇനി അങ്ങേരോട് കോഫി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പോയി കുറച്ചു നേരം അങ്ങേരോട് മിണ്ടിയും പറഞ്ഞിരിക്കാം. അപ്പോഴത്തേക്ക് നീ കോഫി ഉണ്ടാക്കും. ഓക്കെ. പിന്നെ അതിനകത്ത് കോഫി പൗഡറും ഷുഗറും ഉണ്ടാവില്ല. രണ്ടും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, നിറയ്ക്കണം. ഓക്കെ ഓക്കെ റോയിച്ച. 2 വർഷമായി സാർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് ബിസിനസ്? കുഴപ്പമില്ല. ഹായ് സർ, ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ കോഫിയാണ്. ഇറ്റ്സ് കോൾഡ് ചോക്ലേറ്റ് മിക്സ് കോഫി. താങ്ക് യു. ഇതെന്ത് കോഫി ഇത്? ഇത്ര വൃത്തികെട്ട കോഫി ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. നല്ല കോഫിയാണ് സർ. സാറിന് നാവല് വല്ല പ്രശ്നം കാണും. ഓ, ഇതിപ്പോ എന്റെ കുറ്റമായല്ലേ? ഇതുപോലത്തെ കോഫി നിങ്ങൾ ഇവിടെ എല്ലാവർക്കും സെർവ് ചെയ്യുന്നേ? സാർ പ്രശ്നം ഉണ്ടാക്കരുത്, വേണേൽ വേറെ കോഫി എടുക്കാം. വേണമെങ്കിലോ? ആർക്ക് വേണമെങ്കിൽ എടുക്കെടുക്ക്. നിങ്ങളുടെ കോഫി ഷോപ്പിന്റെ പേപ്പേഴ്സ് എല്ലാം എടുക്ക്. അയ്യോ സാർ, പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു കോഫി ഉണ്ടാക്കാൻ അറിയാത്ത നിങ്ങളാണ് ഇതുപോലത്തെ ഷോപ്പ് നടത്തുന്നത്. ആ പേപ്പേഴ്സ് എന്തായാലും എടുക്കെടുക്ക്. സാർ, ഇതെന്തോ അബദ്ധം പറ്റിയതാവാനേ വഴിയുള്ളൂ. ഇനി അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യം ചെയ്യ്, പേപ്പേഴ്സ് എന്നിട്ട് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോ. സാർ, ആ എണ്ണം കെട്ടവനെ കണി കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നത്തെ ദിവസം പോക്കാണെന്ന്. സോറി റോയിച്ച, ഞാൻ ആ സിഐയോട് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയ്ക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്തായാലും നടന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ പോയ സിയുടെ ഫ്രണ്ടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ അയാളെ പോയി കണ്ടിട്ട് സിയുടെ ഓഫീസിലേക്ക് വരട്ടെ. ശരി ശരി രോഹിച്ച. ഞാൻ ആ കോഫി ഉണ്ടാക്കിയേ. കൊള്ളാവോ? എങ്ങനെയുണ്ട്? അപ്പൊ കോഫി മെഷീൻ അല്ലേ കോഫി ഉണ്ടാക്കുന്ന? അതെ, പക്ഷെ അതെന്റെ കോഫി മെഷീൻ ആണല്ലോ. ഇറ്റ്സ് ഇമ്പോർട്ടഡ് ഫ്രം USA. അതിലുണ്ടാക്കുന്ന കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ. ഓ റിയലി? യെസ്, അത് പോർട്ടബിൾ ആണ്, ജപ്പാൻ ടെക്നോളജി ആണ്, കറണ്ട് പോലും വേണ്ട, ബാറ്ററിയിൽ ഓടിക്കോളും. സോറി. ആയിക്കോട്ടെ. ഹലോ, എങ്ങനെയുണ്ട് അതിന്റെ പെർഫോമൻസ്? കൊളാക്കിയല്ലടാ. എന്താ നീ എന്താ സെയിൽസ്മാനാ? ഇമ്പോർട്ടഡ് ഫ്രം USA, ജപ്പാൻ ടെക്നോളജി. നീ കോഫി മേക്കർ വിൽക്കാൻ വന്നതാണോ അതോ അവളെ പ്രപ്പോസ് ചെയ്യാൻ വന്നതാണോ? അവക്ക് ഇഷ്ടല്ലടാ കോഫി. അതിനിങ്ങനെ കത്തി വെക്കണോ? പോർട്ടബിൾ ആണ്, ബാറ്ററിയിലോടും. അതിനേക്കാൾ അവർക്ക് യൂസർ മാനുവൽ എടുത്ത് കൊടുക്കാതെ. എടാ, ഞാൻ പഠിപ്പിച്ച് തന്നേക്ക്, നീ മറന്നുപോയോ? അല്ല, ഇനി നമുക്ക് ശരിയാക്കാം. എന്താ രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം? ഏയ്, അങ്ങനെയൊന്നുമില്ല. നീരജിന് പലതരം കോഫികൾ ഉണ്ടാക്കാൻ അറിയാന്ന് പറയായിരുന്നു. ഓ, നീരജിന് പലതരം കോഫി ഉണ്ടാക്കാൻ അറിയാമോ? എന്തൊക്കെയാ കേക്കട്ടെ? ഫോർ എക്സാമ്പിൾ, അല്ല കൊറേ ഉള്ളോണ്ടേ മറന്നുപോയി. എന്നാലും ഇത്ര പെട്ടെന്നല്ല മറന്നു പോയോ? വർഷ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഞാൻ ലേറ്റ് ആയല്ലോ മോളെ. ഇല്ല അങ്കിൾ. എന്താണ് ഇവിടെ പരിപാടി? കുറച്ചു ദിവസമായി വർഷമോള് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാ നിന്നെയൊക്കെ ഒന്ന് കൈ കിട്ടിയത്. സിഐയുടെ മോളെ തന്നെ നിനക്കൊക്കെ പുറകെ നടന്ന് കമന്റ് അടിക്കണം അല്ലേ? ശരിക്കൊരു അബദ്ധം പറ്റിയതാണ് സാർ. ഞങ്ങളുടെ പുതിയ കോഫി മേക്കർ ഇന്ന് രാവിലെ കളവ് പോയി. പഴയ കോഫി മേക്കറിലെ സാറിന് തന്ന കോഫി ഉണ്ടാക്കിയത് അത് കംപ്ലൈന്റ് ആയിരുന്നു. അതുകൊണ്ടാ കോഫി അങ്ങനെ പോയത്. റോയ് ഡെന്നീസിന്റെ ഫ്രണ്ട് ആണല്ലേ? അതെ സാർ, ഞങ്ങൾ ചെറുപ്പം മുതൽ അറിയും. ഡെന്നീസ് കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കുന്നില്ല. താങ്ക് യു സാർ. മേ കം ഇൻ സർ? വരൂ. സർ, വർഷയുടെ പിന്നാലെ ശല്യം ചെയ്ത് നടന്ന ടീംസിനെ കിട്ടിയിട്ടുണ്ട് സർ. ആഹാ, അവനെ ഇങ്ങോട്ട് വിളിക്ക്. ഇങ്ങോട്ട് കയറി വാടാ. ഇങ്ങോട്ട് പറയേക്കടാ. സർ, ഇവരുടെ കയ്യിൽ ഒരു കോഫി മേക്കർ ഉണ്ട്. ചോദിച്ചപ്പോ നിന്ന് പരിങ്ങുന്നു. എവിടുന്നോ അടിച്ചു മാറ്റിയതെന്ന് തോന്നുന്നു. അങ്ങനെ വരട്ടെ. റോയ്, ആ കോഫി മെഷീൻ തന്റെ ആണോ നോക്കിയേ. ശരി സാർ. അതെ സാർ, അത് തന്നെയാണ് സാർ കോഫി മെഷീൻ. അപ്പൊ റോയ്ക്ക് ഇവരെ അറിയാമോ?
അത് പിന്നെ എവിടേക്കോ കണ്ടിട്ടുണ്ട്, വലിയ പരിചയമൊന്നുമില്ല. ഏതായാലും ഒരു പരാതി എഴുതിത്താ, ഇവരെ 2 ദിവസം അകത്തിട്ടാലേ ഇവനൊക്കെ പഠിക്കൂ. അയ്യോ വേണ്ട സാർ, ഏതായാലും കോഫി മെഷീൻ തിരിച്ചു കിട്ടിയില്ലേ, എനിക്ക് പരാതിയൊന്നുമില്ല. ഇവരെ വെറുതെ വിട്ടേക്ക് സാർ, കൊച്ചു പിള്ളേരല്ലേ. നിങ്ങളൊക്കെയാണ് ഇവനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. സാർ എന്നാ പിന്നെ എൻ്റെ സാധനം അല്ല കോഫി മെഷീൻ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ഓക്കെ, റോയ് ഓഫീസിൽ നിന്ന് പേപ്പേഴ്സ് എടുത്തു. റോയുടെ കോഫി ഷോപ്പിന്റെ പേപ്പേഴ്സ് എടുത്ത് കൊടുത്തേക്ക്. സർ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. റോയിച്ചോ എന്നോടി കൊണ്ടോ. ഞാൻ വെച്ചോണ്ടാ. ആ ഹലോ വക്കീലേ, ഒരു ചെറിയ ഹെൽപ്പ് വേണമല്ലോ. എടാ നീരജെ, വർഷ എടച്ചൻ CA ആണെന്ന് നീ എന്താടാ നേരത്തെ പറയായിരുന്നു? അത് ഞാൻ മറന്നുപോയടാ, സോറി അളിയാ. കോളടിച്ചിട്ട് കോളിയോട് സോറി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോടാ? ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരിക്കുന്നെന്ന് രാവിലെ പറഞ്ഞിട്ട് പോയപ്പോ നീ അത് ഇത്രയ്ക്ക് അച്ചട്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. സോറി റോയിച്ച, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വഷളാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല, പക്ഷെ നീ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് ഞാൻ വിചാരിക്കണമായിരുന്നു. എന്നാലും റോയിച്ച അവിടെ വെച്ചിട്ട് എന്നെ പരിചയമില്ല എന്ന് പറഞ്ഞു കളഞ്ഞല്ലോ, അതെന്റെ ചങ്കിലാ കൊണ്ടത്. എങ്കിൽ നന്നായി പോയി. ഞാൻ ആ വക്കീലിനെ വിളിച്ച് പറഞ്ഞില്ല, നീ 2 എണ്ണത്തിനെ 2 ദിവസം ലോക്കപ്പിൽ പിടിച്ചിട്ടേനെ. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. 2 ദിവസം മനുഷ്യന് സമാധാനം കിട്ടുമായിരുന്നല്ലോ. റോയിച്ച എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇവനൊക്കെ കെട്ടിട്ട് അടിക്കണം റോയിച്ച, അതാ വേണ്ടത്. നാട്ടുകാർക്കൊക്കെ പെണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നീ ആര്, ലവ് ഗുരുവോ? അതാ നീരജിന് ഹെൽപ്പ് വേണോന്ന് പറഞ്ഞപ്പോ ഞാൻ പോയതാ. അതിലെന്താ എത്ര വലിയ തെറ്റ്? ഷോപ്പിലെ കോഫി മെഷീൻ എടുത്തോണ്ടാണോ ഹെൽപ്പ് ചെയ്യാൻ പോണത്? ആ കോഫി കേടായതും ആ CI ഒച്ചിട്ടും ഒക്കെ ഇവൻ ഒരുത്തം കാരണമാണ്. ഓ, അതും ഇപ്പൊ എന്റെ തലയിലാക്കിക്കോ. നിനക്ക് മര്യാദ കോഫി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തതിന് ഞാനെന്ത് ഒഴിച്ചു? നീ ആ കോഫി മെഷീൻ കൊണ്ടത് കൊണ്ടാ ആ പഴയ കോഫി മെഷീനും കൊണ്ട് കോഫി ഉണ്ടാക്കേണ്ടി വന്നത്. നമ്മുടെ കഷ്ടകാലത്തിന് ആ പഴയ കോഫി മെഷീൻ വർക്ക് ചെയ്യാത്ത ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ കോഫി മെഷീൻ എന്താ പ്രശ്നം? 4 ദിവസം മുമ്പ് ഞാനതിൽ കോഫി ഉണ്ടാക്കി കുടിച്ചാണല്ലോ. അപ്പൊ ഇന്ന് കോഫി ഉണ്ടാക്കുമ്പോ എങ്ങനെ അത് ചീത്തയായി? ആ എന്നാ പാറു, നീ ഒരു കാര്യം ചെയ്, നീ ഇപ്പൊ അതിലൊരു 3 കോഫി ഉണ്ടായിക്കൊണ്ടു വാ. എന്താ പ്രശ്നം നമുക്ക് നോക്കാലോ. ഓക്കെ, I'll just come. എന്താടി ഇത്? ആ CA തേറി പറഞ്ഞില്ലേ ആവശ്യമുള്ളൂ. എന്തത്? എന്താ നീ ഇതിലിട്ടത്? റോയ്ച്ചൻ വാങ്ങിയ പുതിയ കോഫി പൗഡർ ഞാൻ ഇട്ടത്. എന്നാ അത് ചീത്തയായ കോഫി പൗഡർ ആയിരിക്കും. കോഫി പൗഡറൊക്കെ ഇത്ര പെട്ടെന്ന് ചീത്തയാവോ? നീ ആ ടിന്നെടുത്തിട്ട് വന്നേ. ആനന്ദ ഇവിടെ വന്നടാ. ദൈവമേ, എന്താ റോജ? നീ എന്താ ഇവിടെ പലചരക്കട നടത്തുന്നുണ്ടോ? എന്തൊക്കെയാകത്ത് നിറച്ചു വെച്ചേക്കുന്നേ? അത് ഞാൻ കുക്കിംഗ് പഠിക്കാൻ വേണ്ടി ചെയ്തതാ. അവന്റെ ഒരു കുക്കിംഗ് നിങ്ങൾക്കൊക്കെ തോന്നുന്ന പോലെ വൃത്തിയേടാക്കിയാണല്ല ഞാൻ ഈ കോഫി ഷോപ്പ് നടത്തുന്നത്. 5 മിനിറ്റിന് എല്ലാം പെറുക്കിയെടുത്ത് കാലിയാക്കിയേക്കണം. നിന്റെ എന്തേലും സാധനം പിന്നെ ഇവിടെ കണ്ട ഞാൻ വലിച്ചെറിയും, പറഞ്ഞില്ലെന്ന് വേണ്ട. വേണ്ട റോജ, ഞാൻ എല്ലാം പാക്കപ്പ് ചെയ്തോളാം. എനിക്കൊരു 10 മിനിറ്റ് സമയം തന്നാ മതി. ഓ, അങ്ങനെ ഒരു വിധത്തിലെല്ലാം പാക്ക് ചെയ്തെടുത്തു. ഇതിവിടെ ഉണ്ടായിരുന്നോ? ഇനി ഇതും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ പൊടിച്ചിട്ട മല്ലിപ്പൊടിയോടെ നല്ല 1-1/2 മല്ലിപ്പൊടിയായിരുന്നു. കുടി. നീയൊക്കെ കാണിച്ചു വെക്കുന്ന പൊട്ടത്തരങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്നത് ഞാനാ. ഏതായാലും നീ ഇത് കംപ്ലീറ്റ് കൂടി. നീ വിവരക്കേട് കാണിക്കാൻ നോക്കുമ്പോ ഇത് ഓർമ്മ വരട്ടെ. എന്റെ കോഫി ഷോപ്പിൽ കയറി ഇനി നിന്റെ കുക്കറി ഷോ വേണ്ട.